ഹല്ല ഗൈസ്, ചട്ടി വെക്കുമ്പോൾ മീൻകറി വെക്കാൻ വേണം നിങ്ങൾക്ക് തോന്നും കേട്ടോ. മീൻകറിയല്ല, നമ്മളൊന്നൊരു വെജ് കറിയെ വെക്കാൻ വേണ്ടി പോകുന്നട്ടെ. നമ്മുടെ കയ്യബത്തം എന്നൊക്കെ പറയാറില്ല, ആ കയ്യബത്തം ചില സമയത്ത് നല്ലതായി തീരാറുണ്ട്. അങ്ങനെ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ആദ്യം തന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് വാടി വന്നിരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കണം ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ചേർക്കുക കേട്ടോ. ഈ ഒരു ആവിയിൽ വേണം കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടച്ചു കൊടുത്ത് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ടിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇതിൻ്റെ വേവ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തക്കാളി ശരിക്കും ഉടഞ്ഞ് വരും കേട്ടോ. തക്കാളി നല്ല രീതിക്ക് ഉടഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതി വേവ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. ആ ഒരു വേവിലാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്ക് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം. അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കട്ടെ. ഞാനിപ്പോൾ 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കേട്ടോ. ഇനി 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചക്കുത്തൽ മാറണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പച്ചക്കുത്തൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു വല്ലാത്തൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു, കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങും കൂടി ആയതുകൊണ്ടിട്ട്. അപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പച്ചക്കുത്തൽ മാറിയതിന് ശേഷം കേട്ടോ ഞാൻ കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലപ്പൊടിയും നമ്മുടെ ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്. അതൊരു 1/4 ടീസ്പൂണോളം 1 സ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളമല്ല ചൂടുവെള്ളം കേട്ടോ, അതുകൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ടൈമാട്ടോ. ഞാൻ ചേർത്തിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പോരായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുക. ഇനി വേണ്ടത് മല്ലിയില കേട്ടോ. ഇതും കൂടി അങ്ങോട്ട് ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ല രീതിക്കൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കറി ഒന്ന് പറ്റിയും വരും കേട്ടോ. എത്രത്തോളം കുറുക്കി എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റുമാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ, കയ്യബദ്ധത്താൽ എനിക്ക് ചെയ്ത ഒരു കറിയാണെങ്കിലും എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ ഒന്നും വേണ്ട ഈ ഒരു കറി കൂട്ടുവാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.